കണ്ണൂർ തോട്ടട ITIയിലെ SFI ആക്രമണത്തിൽ KSU കണ്ണൂർ കമ്മീഷണർ ഓഫീസിലേക്ക് മാർച്ച് നടത്തുകയാണ്. SFI പ്രവർത്തകരെ അടിയന്തരമായി അറസ്റ്റ് ചെയ്യണം, KSU പ്രവർത്തകർക്കെതിരെ പോലീസ് എടുത്ത കള്ളക്കേസുകൾ പിൻവലിക്കണം എന്നീ ആവശ്യങ്ങൾ ഉയർത്തിയാണ് പ്രതിഷേധം ഇപ്പോൾ നടക്കുന്നത്. അർജുൻ കല്യാട് നമുക്കൊപ്പം ചേരുന്നു. അർജുൻ കല്യാട്, തോട്ടട ITIയിലെ അക്രമത്തിൽ ഇരുഭാഗത്തുമേറ്റ പരിക്ക് ചൂണ്ടിക്കാട്ടിക്കൊണ്ടാണ് അന്ന് വാദങ്ങൾ ഉയർന്നത്. SFI പ്രവർത്തകരെ ഇതുവരെയും അറസ്റ്റ് ചെയ്തിട്ടില്ലേ? പ്രതിഷേധത്തിൽ KSU മുന്നോട്ട് വയ്ക്കുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ് അർജുൻ? സുജിയ, തോട്ടട ITIയിൽ കഴിഞ്ഞ ദിവസമാണ് SFI KSU പ്രവർത്തകർ തമ്മിൽ സംഘർഷമുണ്ടായത്. അത് SFIയുടെ ഏകപക്ഷീയമായ അക്രമമായിരുന്നു. SFI പ്രവർത്തകർക്ക് പരിക്കേറ്റത് അത് പോലീസിൻ്റെ ലാത്തിചാർജിലാണ്, അല്ലാതെ KSU ഏതെങ്കിലും തരത്തിലുള്ള ഒരു സംഘർഷമോ അക്രമമോ ഉണ്ടാക്കിയിട്ടില്ല എന്ന് അന്ന് തന്നെ KSU നേതാക്കൾ വ്യക്തമാക്കിയതാണ്. KSUവിൻ്റെ യൂണിറ്റ് പ്രസിഡന്റ് മുഹമ്മദ് റിബിന് ഈ ആക്രമത്തിൽ ഗുരുതരമായി പരിക്കേൽക്കുകയും ചെയ്തിരുന്നു. റിബിൻ തലശ്ശേരി ഇന്ദിരാഗാന്ധി സഹകരണ ആശുപത്രിയിൽ ചികിത്സയിൽ കഴിയുകയുമാണ്. റിബിന് പരിക്കേറ്റത്. എന്നാൽ ആ റിബിനെ ഉൾപ്പെടെ വധശ്രമത്തിന് കേസെടുത്തുകൊണ്ടാണ് പോലീസ് ഇതിനകത്ത് ഒരു ഏകപക്ഷീയമായ ഒരു നിലപാട് സ്വീകരിച്ചത് എന്നുള്ളതാണ് പ്രധാനമായും KSU ഉയർത്തുന്ന ആരോപണം. അതിൽ പ്രതിഷേധിച്ചുകൊണ്ടുകൂടിയാണ് ഇപ്പോൾ KSUവിൻ്റെ ജില്ലാ നേതാക്കൾ ഉൾപ്പെടെ സംസ്ഥാന കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ സംസ്ഥാന പ്രസിഡന്റ് അലോഷ്യസ് സേവ്യർ, സംസ്ഥാന ഭാരവാഹികൾ തുടങ്ങിയിട്ടുള്ള പ്രധാനപ്പെട്ട സംസ്ഥാന തലത്തിൽ തന്നെയുള്ള ഭാരവാഹികൾ ഉൾപ്പെടെ പങ്കെടുത്തുകൊണ്ടുള്ള ഒരു മാർച്ച് കണ്ണൂർ SP ഓഫീസിനകത്ത് ഇപ്പോൾ നടത്തുന്നത്. പ്രധാനമായും KSUവിൻ്റെ നേതാക്കന്മാർ മുന്നോട്ട് വെക്കുന്ന ഈ സമരത്തിൻ്റെ മുദ്രാവാക്യം, ഈ പ്രതിഷേധത്തിൻ്റെ മുദ്രാവാക്യം എന്ന് പറയുന്നത് ഈ സമരത്തിൻ്റെ ഭാഗമായിട്ടുള്ള KSU നേതാക്കൾക്കെതിരെ അക്രമം അഴിച്ചുവിട്ട SFIയുടെ ഈ കേസിൽ പ്രതി ചേർക്കപ്പെട്ട മുഴുവൻ പേരെയും അറസ്റ്റ് ചെയ്യണമെന്നുള്ളതാണ്. ഇപ്പോൾ ഒരു ആൾ മാത്രമാണ്, അതായത് SFIയുടെ ഒരു പ്രവർത്തകൻ മാത്രമാണ് ഇപ്പോൾ അറസ്റ്റ് ചെയ്യപ്പെട്ടിട്ടുള്ളത്. പോലീസ് മറ്റുള്ള പ്രവർത്തകരെ ഒന്നും തന്നെ അറസ്റ്റ് ചെയ്യാതെ ഈ കേസിൽ ഒരു ഒളിച്ചുകളി നടത്തുകയാണ് എന്നുള്ളതാണ് KSU നേതാക്കൾ ആരോപിക്കുന്നത്. അതിനു പുറമെ ഈ മുഹമ്മദ് റിബിൻ ഉൾപ്പെടെയുള്ള KSUവിൻ്റെ പ്രവർത്തകർക്കെതിരെ പോലീസ് നരഹത്യാ കുറ്റം ഉൾപ്പെടെ, അതായത് BNS 110 വകുപ്പ് പ്രകാരം ഗുരുതരമായ വകുപ്പുകൾ ചുമത്തി കേസെടുത്തിട്ടുണ്ട്. ആക്രമിക്കപ്പെട്ടവർക്ക് എതിരെ പോലും പോലീസ് കേസെടുക്കുന്ന ഈ ഒരു ഇരട്ടത്താപ്പ് നയം അത് ഒരു കാലത്തും അംഗീകരിക്കാൻ വേണ്ടി കഴിയില്ല. അതുകൊണ്ട് ആ കേസുകളെല്ലാം പിൻവലിക്കണം എന്നുള്ള ആവശ്യം കൂടി KSU ഈ മാർച്ചിൻ്റെ ഭാഗമായി മുന്നോട്ട് വയ്ക്കുന്നുണ്ട്. എന്തായാലും സംസ്ഥാന കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിലാണ് ഈ പ്രതിഷേധം നടത്തുന്നത്. അലോഷ്യസ് സേവ്യറും അതുപോലെ തന്നെ KSUവിൻ്റെ സംസ്ഥാന ഭാരവാഹികൾ ഉൾപ്പെടെ ഈ മാർച്ചിൽ പങ്കെടുക്കുകയും ചെയ്യുന്നുണ്ട്. ഈ സംഭവത്തിൽ കഴിഞ്ഞ ദിവസം നടന്നിട്ടുള്ള ഈ ITI സംഘർഷത്തിന് പിന്നാലെ തന്നെ ACP ഉൾപ്പെടെ സമാധാന യോഗം ഉൾപ്പെടെ വിളിച്ചു ചേർക്കുകയും ചെയ്തിരുന്നു. ആ സമാധാന യോഗത്തിലുൾപ്പെടെ പോലീസ് ഏകപക്ഷീയമായ രീതിയിലുള്ള ഒരു ഇടപെടലാണ് നടത്തിയത്. അതിൽ ചില കാര്യങ്ങളിൽ KSUവിന് എതിർപ്പുണ്ട് തുടങ്ങിയിട്ടുള്ള കാര്യങ്ങൾ അന്ന് തന്നെ KSUവിൻ്റെ നേതാക്കൾ വ്യക്തമാക്കുകയും ചെയ്തതാണ്. അപ്പോൾ ഈ ഒരു പശ്ചാത്തലത്തിൽ കൂടിയാണ് ഇങ്ങനൊരു മാർച്ച് KSU സംഘടിപ്പിക്കാൻ വേണ്ടി തീരുമാനിച്ചിരിക്കുന്നത്. അങ്ങനെയാണ് കണ്ണൂർ SP ഓഫീസിലേക്ക് KSUവിൻ്റെ സംസ്ഥാന കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ മാർച്ച് സംഘടിപ്പിക്കുന്നത്. ഇപ്പോൾ ഇതിൻ്റെ ഉദ്ഘാടന പരിപാടികൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. മാർച്ച് ഈ സ്ഥലത്തേക്ക് ഈ പോലീസ് ഈ SP ഓഫീസിന് തൊട്ട് മുന്നിൽ തന്നെ തടഞ്ഞിരുന്നു. ആ തടഞ്ഞ ഘട്ടത്തിൽ പ്രവർത്തകർ ഉൾപ്പെടെ ഈ ബാരിക്കേഡിന് മുകളിൽ കയറി മുദ്രാവാക്യം വിളിക്കുകയും ചെയ്തു. ഇപ്പോൾ ഇതിൻ്റെ ഉദ്ഘാടന പരിപാടി നടന്നുകൊണ്ടിരിക്കുകയാണ്. സുജിയ. ഓക്കെ, അർജുൻ കല്യാടാണ് വിവരങ്ങൾ നൽകിയത്. കണ്ണൂർ തോട്ടട ITIയിലെ സംഘർഷത്തിലാണ് KSUവിൻ്റെ പ്രതിഷേധ മാർച്ച് ഇപ്പോൾ നടക്കുന്നത്.